നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 25-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്ന രേവതി നക്ഷത്രമാണ്. രേവതിക്ക് ഉള്ള പ്രത്യേകതയുണ്ട്. രേവതി നക്ഷത്രം ശരിക്ക് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നത് ബുധൻ്റെ ദശയിലാണ് ജനിക്കുന്നത്. ദശാനാഥനും കൂടി ബുധനാണ്. ബുധദശയിലാണ് എല്ലാ രേവതിക്കാരും ജനിക്കുന്നത്. അപ്പോൾ ആ രേവതിക്ക് ഏറ്റവും സ്വാധീനമുള്ള ദിവസമാണ് ബുധനാഴ്ച. രേവതി ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ശരിക്ക് വിശേഷാൽ ഗുണമുള്ള ദിവസമാണ്. ഇന്ന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും, അതിന് സംശയം വേണ്ട. ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരാജയം വരത്തില്ല, നേട്ടത്തെ തരുന്ന ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യത്തിന് നമുക്ക് ഇറങ്ങാം, ഇറങ്ങുന്ന കാര്യം വിജയിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യണം. ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനോ മറ്റേതെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനോ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണ്. എന്തെങ്കിലും തുടങ്ങി വയ്ക്കാൻ വേണമെങ്കിൽ. അതുപോലെ ചിങ്ങമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഒന്ന്, ബുധൻ പ്രവൃത്തികാരകൻ്റെ ദിവസം വന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ പോണ പ്രവൃത്തി വിജയിക്കും. അതാണ് ഉദ്യോഗം ഇല്ലാത്ത ആൾ, ജോലിയൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടി, ഇൻക്രിമെൻറ്റോ പ്രമോഷനോ ഒക്കെ ലഭിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായി തുടങ്ങിക്കൊള്ളുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം വിജയിക്കും. പുതിയ സംരംഭങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുന്ന ആൾ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഉപരി പഠനത്തിന് വേണ്ടി ശ്രമിച്ചാൽ അത് ഫലവത്താവുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ നമ്മളെ പ്രവൃത്തിയെ ഡെവലപ്പ് ചെയ്ത് തരുന്ന ഒരു സമയമാണ്, ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 12 മണി 21 മിനിറ്റ് തൊട്ട് തുടങ്ങും. 1 മണി 52 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങണത് രാഹുകാലത്ത് ഇറങ്ങരുത്. അതുപോലെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നിന്ന് വിട്ടു നിൽക്കണം 2 സമയങ്ങൾ, ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 10 മണി 51 മിനിറ്റ് തൊട്ട് 12:21 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:49 തൊട്ട് 9:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളിലും ഇടപെടരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ശരിക്ക് ഉച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്, 11:57 തൊട്ട് 12:45 വരെ. ഈ സമയത്തിൽ കുറച്ച് ഭാഗം രാഹുകാലം നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും രാഹുകാലം മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും ബാധകമല്ല, യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായിരിക്കും. കാരണം ബുധൻ്റെ പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.